ഞങ്ങൾ ചെയ്ത ഗ്രില്ല് വർക്കിൽ വെച്ച് ഏറ്റവും ഹെവി ആയിട്ടുള്ളൊരു വർക്കാണ് ഇതിൻ്റെ ചെയ്യുന്നത് കേട്ടോ. ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1.5 ഇഞ്ച് സ്ക്വയർ ട്യൂബാണ്. ഔട്ടർ ഫ്രെയിം വന്നിട്ടുണ്ട്, അത് 16 ഗേജ്. അതിൻ്റെ അകത്തായിട്ട് 1 ഇഞ്ചിൻ്റെ റൗണ്ട് പൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത്ര ഹെവി ആയിട്ടൊരു വർക്ക് ചെയ്യുന്നത്. 304 ഗ്രേഡുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം അതിൻ്റെ ഫ്രെയിമിന് വേണ്ട പൈപ്പെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ അകത്ത് ചെറിയ 1 ഇഞ്ചിന് കൊടുക്കാനുള്ള പൈപ്പെല്ലാം കട്ട് ചെയ്തു. എന്നിട്ട് ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ആദ്യത്തെ സ്ട്രക്ചർ. ഇത്രല്ല തന്നെ ഏകദേശം ഒരു 2 ഫ്രെയിമുണ്ട്. 2 ഫ്രെയിമും പിന്നെ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ഫ്രെയിമും ഉണ്ട്. അപ്പം സെറ്റിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 1/2 ട്യൂബാണ്. അത് ഈ 1 ഇഞ്ചിന് സപ്പോർട്ടായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഈ 1 ഇഞ്ചിലെല്ലാം ബോളിട്ട് എല്ലാം ഭംഗിയാക്കുന്നുണ്ട്. നല്ലൊരു ഡിസൈനാണ്. ഒരു വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വരത്തക്ക വിധത്തിൽ നല്ല ഹൈറ്റിലുമാണ് ഇത് വരുന്നത് കേട്ടോ. ഇത് ഫൈനൽ കാണിച്ചു തരാം. ഇത് സെറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെൽഡിങ് കഴിഞ്ഞ് പിന്നെ പോളിഷിംഗ് ആണ്. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് വരുന്ന ഡിസൈന് ഹൊറിസോണ്ടലായിട്ട്, ഇപ്പം വെർട്ടിക്കലാണ് 1 ഇഞ്ച് കൊടുത്തതെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് പൈപ്പ് കൊടുത്ത് അതിൽ ബോൾഡ് എന്ന ഒരു ഡിസൈനാണ് കേട്ടോ. ടിഗ് വെൽഡിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഇതെല്ലാം ഫുള്ള് ടിഗ് വെൽഡിംഗ് ആണ്. ചിലയിടത്താണെങ്കിൽ ഞങ്ങൾ സെറ്റിങ്ങിന് വേണ്ടി സാധാ ആർക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആർക്ക് വെൽഡിങ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും സെറ്റിങ്. അല്ലെങ്കിൽ ഒരു 3 പേരുണ്ടെങ്കിലേ ടിഗ് വെൽഡിങ് വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഷീൽഡൊക്കെ വെച്ച് ചെയ്യുമ്പോഴേ. അപ്പം ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് പെട്ടെന്ന് ആർക്കലായതുകൊണ്ട് പെട്ടെന്ന് സെറ്റ് ചെയ്ത് മാറി. എന്നിട്ട് അതിൻ്റെ അത് തന്നെയാണെങ്കിൽ ചെറിയൊരു സ്പോട്ടായിരിക്കത്തുള്ളൂ ആർക്കെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഫൈനൽ വെൽഡിങ് ടിഗ്ഗെല്ലാം അടിച്ച് മാറുകയാണ്. അതുകൊണ്ട് വർക്ക് വേഗം ചെയ്യാൻ പറ്റും. ഇത് ഗ്രൈൻഡിങ് ആണ്. ഗ്രൈൻഡ് ചെയ്തിട്ട് ഇനി അത് മാറ്റ് വീലിട്ട് പിടിച്ച് അത് പോളിഷ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആയിരിക്കും അതിൻ്റെ ഇടയ്ക്കത്തെ സെക്ഷൻ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെയാണ് പോളിഷ് ചെയ്യുന്നത്. ഇത് മാറ്റ് വീലാണെന്ന് പറയും, റോസ് കളർ വീല്. ഇത് ക്ലോത്ത് വീലാണ് പിടിക്കുന്നത്, ബഫിംഗ് വീലെന്ന് ചിലയിടത്ത് പറയും. അതൊരു സോപ്പ് പോളിഷിംഗ് ബാറുണ്ട്. ആ ബാറിട്ട് അതിട്ടിങ്ങനെ റബ്ബ് ചെയ്തതിന് ശേഷമാണ് ഇത് പോളിഷ് ചെയ്യുന്നത്. എന്നിട്ട് തിന്നറിട്ട് നല്ലതായിട്ട് തുടച്ച് മാറ്റി. ഈ പോളിഷ് ചെയ്യുമ്പോൾ ഒരു കറുത്തൊരു പാടുണ്ട്. എന്നിട്ട് ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. അത് ചെയ്തതിൻ്റെ എങ്ങനെയുണ്ട്? ഇത്രയും ഹെവി ആയിട്ടാണ്, നല്ല ഹൈറ്റിലാണെന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് ഇത്രയും ഹെവി ആയിട്ടാണ് ആ ഗ്രില്ല് വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് റോഡിന് തറനിരപ്പിൽ നിന്ന് ഇച്ചിരി ഒരു നല്ല ഹൈറ്റിലാണ് നമ്മുടെ വീട് നിൽക്കുന്നത്. താഴെയാണെങ്കിൽ കാർ പോർച്ചുമായിട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ കാർ പോർച്ചാണ്, അതിൻ്റെ മുകളിലാണ്. അതുകൊണ്ടാണ് ഇത്ര ഹൈറ്റ് വന്നത് കേട്ടോ. ഇത് ഡോറിൻ്റെ സെക്ഷനാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഗ്രില്ലെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അളവെടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഡോറ് ചെയ്തത്. എൻ്റെ ഇത് ഫൈനൽ ഫിനിഷിംഗ് ആണ്. ഫിനിഷിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം ഇവിടെയൊക്കെയാണ് ഫൈനൽ വർക്കെല്ലാം കഴിഞ്ഞ് സന്ധ്യയായി. ഇത് ഏകദേശം 3 ദിവസം എടുത്ത് ഞങ്ങൾ ഈ വർക്ക് ചെയ്യാൻ കേട്ടോ. 3 ദിവസം കൊണ്ട് ഞങ്ങളിത് ഫിനിഷ് ചെയ്ത് മാറി. എൻ്റെ ലോക്കാണെങ്കിൽ ഡബിൾ ലോക്കാണ്. 2 ടവർ ബോൾട്ട് വന്നിട്ടുണ്ട്. അതല്ലാതെ 2 ലോക്കും കൂടെ ഉണ്ട്. ഒന്ന് താഴെയും ഇങ്ങനെ ഇതിൻ്റെ ഇതുകൊണ്ട് 2 ലോക്കുണ്ട്. ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് വർക്ക്. അങ്ങനെ വർക്കെല്ലാം കംപ്ലീറ്റായി ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പം ഇതുപോലെയുള്ള വീഡിയോസാണ് എൻ്റെ ചാനലിൽ പേജിലുമൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.